പ്ലീസ് എന്നെ വിശ്വസിക്കേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇയാൾക്കൊരു കോടീശ്വരനാണത്രേ, അതിന് ഇയാൾ എന്നെ... അവള് കള്ളം പറയാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് സത്യമാ, പ്ലീസ് എന്നെ വിശ്വസിക്കേ. എന്നെ ഈ വീട്ടിലെ മരുമകനായി സ്വീകരിച്ചു, ബഹുമാനവും സമ്പത്തും എല്ലാം തന്നു. എന്നിട്ടും നീ ഈ വീട്ടിലെ മകളുടെ നേരെ മോശം കണ്ണുവെച്ചോ. നീ ഒരു നാണമില്ലാത്തവന്. അനുഷ്ക, അനന്യ, പ്ലീസ് എന്നെ വിശ്വസിക്കേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്റെ അഴുക്കായ നാവ് കൊണ്ട് ഇനി എന്റെ പേര് പോലും വിളിക്കരുത്. നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നു. ഇന്ന് നീ എല്ലാ അതിരുകളും കടന്നിരിക്കുന്നു കൃഷ്ണ. കമ്പനിയിലെ നിനക്കുള്ള 30% ഷെയർ ഈ നിമിഷം മുതൽ റദ്ദാക്കുന്നു. നീ ഇനി ഈ കമ്പനിയുടെ ബോർഡ് മെമ്പറായിട്ട് തുടരണോ വേണ്ടയോ എന്ന് അടുത്ത ബോർഡ് മീറ്റിംഗിൽ തീരുമാനിക്കും. അനു, സമൂഹത്തിന്റെ കണ്ണിൽ അവൻ നമ്മുടെ മരുമകനാണ്. ഇപ്പൊ തന്നെ അവനെ ബോർഡിൽ നിന്ന് മാറ്റിയാൽ അത് നമുക്ക് തന്നെ അപമാനമാകും. പിന്നെ ഈ കമ്പനി ഇത്രയും ഉയരത്തിലെത്തിക്കുന്നതിൽ അവനും വലിയ പങ്കുണ്ട്. അതുകൊണ്ട് അവൻ ഒരവസരം കൂടി കൊടുക്കണം. എന്തവസരം? നമ്മുടെ കമ്പനിയുടെ പുതിയ ഓഫീസ് സിംഗപ്പൂരിൽ തുറക്കാണ്. അവനെ 3 വർഷത്തേക്ക് സിംഗപ്പൂരിലേക്ക് അയക്കാം. അവന്റെ കഠിനാധ്വാനവും അച്ചടക്കവും കൊണ്ട് അവൻ സ്വയം തെളിയിച്ചാൽ വീണ്ടും ഈ കുടുംബത്തിന്റെ ഭാഗമാകാം. അല്ലെങ്കിൽ അതിനുശേഷം നിനക്ക് അവനെ ഡിവോഴ്സ് ചെയ്യാം. ഇന്നത്തെ ടോയ്ലറ്റ് വൃത്തിയാക്കേണ്ട ഡ്യൂട്ടി നിന്റേതായിരുന്നു. പിന്നെന്താ ചെയ്യാതിരുന്നത്? ഓർത്തു വെച്ചോ, ഇത് ജയിലാണ്, ജയിൽ. ജിൻഡൽ സാറിന്റെ മരുമകന്റെ വീടൊന്നുമല്ല. നീ ഞങ്ങളുടെ നായ. കണ്ടോ, നിന്റെ ഭാര്യ വീട്ടുകാരൻ നിന്നെ നന്നാക്കാനാ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടത്. മനസ്സിലായോ? ഇനി ഷോക്ക് ട്രീറ്റ്മെന്റിന് റെഡി ആയിക്കോ. ടോക്ക് കൊടുക്ക്, കുറച്ചുകൂടി ശക്തിയായി, ഇനിയും ശക്തിയായി. ഈ ജയിലില് ഞാൻ പ്രിസൺ നമ്പർ 302 വിശ്വസിക്കാനാവുന്നില്ല. ഈ നരകത്തില് 3 വർഷം ഞാൻ കഴിഞ്ഞു. ഞാൻ കൃഷ് ഖന്ന. നിനക്ക് പോകാനുള്ള സമയമായി ഖന്ന. നിനക്കിപ്പോ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ഒരു കുറ്റവും ചെയ്യാതെ കഴിഞ്ഞ 3 വർഷമായി ഞാൻ ഈ ജയിലിൽ നരകിക്ക. ഇന്നത്തെ കാലത്ത് വെറുതെ ഒന്നും കിട്ടാറില്ലല്ലോ മിസ്റ്റർ ജയിലർ സാർ. എന്തായാലും നന്ദി. ഞാൻ പോകുന്നു. എനിക്കെന്താ സംഭവിക്കുന്നത്? നിന്റെ ശത്രുക്കൾ തന്നൊരു സമ്മാനം ഇത്. ഒരു ഡിവൈസ്. അതിലെ ചിപ്പ് ഓരോ സെക്കൻഡിലും നിന്റെ ശരീരത്തിലൂടെ വൈദ്യുതി കടത്തിവിടും. ആ റിമോട്ട് ഉപയോഗിച്ചാണ് നിന്നെ നിയന്ത്രിക്കാൻ കഴിയുക. എപ്പോൾ വേണമെങ്കിലും നിന്നെ തളർത്താം. എപ്പോൾ വേണമെങ്കിലും നിന്നെ കൊല്ലാനും കഴിയും. ജയിലിൽ നിന്ന് നീ പുറത്തു പോകും. പക്ഷേ ജീവിതകാലം മുഴുവൻ നീ സ്വതന്ത്രനായിരിക്കില്ല. മനസ്സിലായോ? റിമോട്ട് ആരുടെ കയ്യില? അത് നിന്റെ ഭാര്യയുടെ കയ്യിലായിരിക്കും. അവളെ ഒരിക്കലും ദേഷ്യം പിടിപ്പിക്കരുത്. ഓ, നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ കാറ് വന്നിട്ടുണ്ട്. സമയം കളയാതെ പോ പോ പോ. അയ്യോ, നിന്റെ കോലം ഒന്ന് നോക്ക് ബ്രദറിൻലോ. നടുവൊക്കെ കുനിഞ്ഞു പോയല്ലോ. ശരീരം മുഴുവൻ ക്ഷീണിച്ചു. കണ്ണിന് താഴെ കാണുന്ന കറുത്ത പാടുകളും. നിന്നെ കണ്ട ഇപ്പോ കൃഷ് ഖന്നയാണെന്ന് ആരും പറയില്ല. എന്റെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി ജിൻഡൽ കുടുംബം മാത്രമാണ്. സാരമില്ല. എന്റെ സാധനങ്ങൾ എടുത്താൽ നിങ്ങളുടെ കൈ അഴുക്കാകും. സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ പഠിച്ചവനാണ് ഞാൻ. ഇതും ഞാൻ തന്നെ നോക്കിക്കോളാം. നന്ദി മാഡം. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറ. മാഡമോ? എന്നെ മാഡം എന്ന് വിളിക്കാനായോ? ബ്രദറിൻലോ 3 വർഷം ജയിലിൽ കിടന്നിട്ട് നല്ല അഭിനയം കാണിക്കാനും കുത്തിപ്പറയാനൊക്കെ പഠിച്ചല്ലേ? അഭിനയാണോ? എന്നെ വേലക്കാരനെ പോലെ കാണുന്നത് ജിൻഡൽ കുടുംബത്തിന്റെ പഴയ ശീലം. അതിനൊത്ത് ജീവിക്കുന്നത് എന്റെയും ശീലമായിപ്പോയി. മിണ്ടാതിരിക്കെ. വെറുതെ ഓരോന്നും പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട. നിനക്ക് സംഭവിച്ചതെല്ലാം നിന്റെ സ്വന്തം പ്രവൃത്തികളുടെ ഫലമാ. അതുകൊണ്ട് എന്റെ മുന്നിൽ ഈ നാടകം കളിക്കണ്ട. ഈ വിക്ടിം കാർഡ് ഇറക്കിയിട്ട് യാതൊരു കാര്യമില്ല.
മാറി നിൽക്കാൻ പറഞ്ഞില്ലേ? നിനക്കെന്താ ഭ്രാന്തായോ? ഇവിടുന്ന് പോ പ്ലീസ്. ഇതിനൊക്കെ നീ വലിയ വില കൊടുക്കേണ്ടി വരും. എന്താ നീ വിചാരിച്ചത്? നിന്നെപ്പോലൊരു ഭിക്ഷക്കാരനെ ഞാൻ സ്നേഹിച്ചെന്നോ? ഒരിക്കലുമില്ല. നീ ആരാണെന്നറിയോ? പേരിന് മാത്രം ഒരു ഹൗസ് ഹസ്ബൻഡ്. ഞങ്ങളുടെ കമ്പനിയിലെ 30% ഷെയർ നിനക്ക് ഒരിക്കലും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നാലും ചെയ്യും. എന്തും എന്തും. ആണോ? നീ എന്ത് ചെയ്യും? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കാണണോ? ജീജു ഇല്ല, ജീജു പ്ലീസ് വേണ്ട. ജീജു, ജീജു പ്ലീസ്. എന്താ നീ ചെയ്യുന്നത്? നിനക്കെന്താ ഭ്രാന്തായോ? എന്താ ഇത്? നിനക്കെന്താ ഭ്രാന്തായോ? എന്താ ഈ കാണിക്കുന്നേ? പ്ലീസ് എന്നെ വിശ്വസിക്കേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇയാൾക്കൊരു കോടീശ്വരനാവണത്രേ. അതിന് ഇയാൾ എന്നെ... അവള് കള്ളം പറയാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് സത്യമാ. പ്ലീസ് എന്നെ വിശ്വസിക്കേ. നിന്നെ ഈ വീട്ടിലെ മരുമകനായി സ്വീകരിച്ചു. ബഹുമാനവും സമ്പത്തും എല്ലാം തന്നു. എന്നിട്ടും നീ ഈ വീട്ടിലെ മകളുടെ നേരെ മോശം കണ്ണുവെച്ചോ? നീ ഒരു നാണമില്ലാത്തവന്. അനുഷ്ക, അനന്യ, പ്ലീസ് എന്നെ വിശ്വസിക്കേ. ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്റെ അഴുക്കായ നാവ് കൊണ്ട് ഇനി എന്റെ പേര് പോലും വിളിക്കരുത്. നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നു. ഇന്ന് നീ എല്ലാ അതിരുകളും കടന്നിരിക്കുന്നു കൃഷ്. കമ്പനിയിലെ നിനക്കുള്ള 30% ഷെയർ ഈ നിമിഷം മുതൽ റദ്ദാക്കുന്നു. നീ ഇനി ഈ കമ്പനിയുടെ ബോർഡ് മെമ്പറായിട്ട് തുടരണോ വേണ്ടയോ എന്ന് അടുത്ത ബോർഡ് മീറ്റിംഗിൽ തീരുമാനിക്കും. അനു, സമൂഹത്തിന്റെ കണ്ണിൽ അവൻ നമ്മുടെ മരുമകനാണ്. ഇപ്പൊ തന്നെ അവനെ ബോർഡിൽ നിന്ന് മാറ്റിയാൽ അത് നമുക്ക് തന്നെ അപമാനമാകും. പിന്നെ ഈ കമ്പനി ഇത്രയും ഉയരത്തിലെത്തിക്കുന്നതിൽ അവനും വലിയ പങ്കുണ്ട്. അതുകൊണ്ട് അവൻ ഒരവസരം കൂടി കൊടുക്കണം. എന്തവസരം? നമ്മുടെ കമ്പനിയുടെ പുതിയ ഓഫീസ് സിംഗപ്പൂരിൽ തുറക്കാണ്. അവനെ 3 വർഷത്തേക്ക് സിംഗപ്പൂരിലേക്ക് അയക്കാം. അവന്റെ കഠിനാധ്വാനവും അച്ചടക്കവും കൊണ്ട് അവൻ സ്വയം തെളിയിച്ചാൽ വീണ്ടും ഈ കുടുംബത്തിന്റെ ഭാഗമാകാം. അല്ലെങ്കിൽ അതിനുശേഷം നിനക്ക് അവനെ ഡിവോഴ്സ് ചെയ്യാം. അമ്മയ്ക്കിഷ്ടമുള്ളതുപോലെ. അനുഷ്ക, ഇവരുടെ വാക്ക് വിശ്വസിക്കരുത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് സത്യമാ. പ്ലീസ് പ്ലീസ് അനുഷ്ക. ഇന്ന് നമ്മുടെ കമ്പനി ടോപ്പ് 5 എത്തുന്ന വലിയ ദിവസം അല്ലായിരുന്നെങ്കിൽ, അനുഷ്ക നേരിട്ട് നിന്നെ ലഞ്ചിന് വിളിച്ചില്ലായിരുന്നെങ്കിൽ, നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു.